മൈസൂരുവിൽ മലയാളി വ്യവസായി ആക്രമിച്ച് പണം തട്ടിയ സംഭവത്തിന് പിന്നിൽ മലയാളി സംഘമെന്ന് പോലീസ്. ഇതുവരെ 7 മലയാളി കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവേ പോലീസ് വെടിയേറ്റ പ്രതി ആദർശ് ഇപ്പോഴും ചികിത്സയിലാണ്. കൊള്ളയുടെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ഇത്തരത്തിൽ കർണാടകയിൽ നിന്ന് പണവുമായി പോകുന്ന വാഹനങ്ങൾ കവരുന്നത് ഒരേ സംഘമാണെന്നും ഇതിലെ പ്രധാനിയെക്കുറിച്ച് കൃത്യമായ സൂചന കിട്ടിയിട്ടുണ്ടെന്നുമാണ് കർണാടക പോലീസ് പറയുന്നത്. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മുഹമ്മദ് അഷ്റഫ്, വയനാട് സ്വദേശി സൂഫി എന്നിവരെ മൈസൂരുവിൽ ഒരു സംഘം ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണിത്. ജനുവരി 20-നാണ് സംഭവം. കാറും 1.5 ലക്ഷം രൂപയും അജ്ഞാത സംഘം കൊണ്ടുപോയെന്നായിരുന്നു പരാതി. സമീപകാലത്ത് സമാന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ ഗൗരവം മനസ്സിലാക്കി പല സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പോലീസ് അന്വേഷണം. പിന്നാലെ അക്രമികൾ മലയാളികൾ തന്നെയെന്ന് കണ്ടെത്തി. തൃശൂർ സ്വദേശികളായ കണ്ണൻ, പ്രമോദ്, വൈക്കം സ്വദേശികളായ ആൽബിൻ, അർജുൻ, ആലപ്പുഴ സ്വദേശികളായ വിജേഷ്, ശ്രീജിത്ത്, ആദർശ് എന്നിവരാണ് പിടിയിലായത്. ഇവർക്കെല്ലാം നേരത്തെയും ക്രിമിനൽ കേസുണ്ട്. കൊച്ചിയിലെ ചില ഗുണ്ടാ നേതാക്കളുമായും ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു. കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട്. തെളിവെടുപ്പിനിടെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതിയായ ആദർശിനെ പോലീസ് വെടിവെച്ചത്. കാലിൽ പരിക്കേറ്റ പ്രതി ചികിത്സയിലാണ്. പോലീസുകാരുടെ പരിക്ക് ഗുരുതരമല്ല. നഷ്ടമായ പണം എത്രയെന്ന കാര്യത്തിലടക്കം പരാതിക്കാരൻ പറഞ്ഞതിനപ്പുറം സംശയങ്ങൾ പോലീസിനുണ്ട്. അറസ്റ്റിലായ പ്രതികൾക്ക് നിർദ്ദേശം നൽകിയവരെ കൂടി കണ്ടെത്തി സംഭവത്തിലെ ദുരൂഹതകൾ തീർക്കാനുള്ള ശ്രമത്തിലാണ് മൈസൂർ പോലീസ്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.